യേശുവിനെ ആദ്യം ഒരു ടീച്ചറായിട്ട് ആൾക്കാർ അംഗീകരിച്ചിരുന്നു. അപ്പോൾ യേശു എപ്പോൾ പ്രസംഗിച്ചാലും യേശുവിന് ചുറ്റും ആളുകൾ കൂടും. നമുക്കറിയാം, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ വരെ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ടീച്ചിങ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആളുകൾക്ക് തോന്നിയിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ യേശു കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഭൂരിഭാഗം സമയങ്ങളിൽ ശ്രമിച്ചിരുന്നു. അതിന് യേശു കർത്താവ് ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ്, പ്രസംഗത്തിൻ്റെ ഒരു ടെക്നിക്കാണ് ഉപമകൾ എന്ന് പറയുന്നത്. ഉപമകളിൽ ഒരു ഉപമയാണ് ഇപ്പോൾ കിഷോർ നമ്മളോട് പങ്കുവച്ചത്. വളരെ മനോഹരമായിട്ട് അത് കിഷോർ അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. യേശു കർത്താവ് ഈ ഉപമകൾ എന്ന് പറയുന്ന കഥകളാണ്. നമുക്കെല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ്. കഥകൾ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്ത, അല്ലേ? നമ്മൾക്കറിയാം, വിദ്യാഭ്യാസമില്ലാത്ത സമൂഹങ്ങളിൽ പോലും ആളുകൾ കഥകൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രീച്ചിങ്ങിൽ ആളുകളോട് തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാൻ കഥകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലത്തെ ആ കഥകളെയാണ്, അതിനൊരു മെസ്സേജ് ഉണ്ട്, അത് ആളുകൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അതിനെയാണ് പാരബിൾസ് അഥവാ ഉപമകൾ എന്ന് പറയുന്നത്. അതിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു ചെറിയ കഥ. ഇതിനെ സാധാരണ വിളിക്കാറുള്ളൊരു പേരുണ്ട്. പാരബിൾ ഓഫ് ദി സോയർ എന്ന് വിളിക്കാറുണ്ട്. വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്ന് പറയാറുണ്ട്. പാരബിൾ ഓഫ് ദി സോയിൽസ്, പലതരം മണ്ണുകളുടെ ഉപമ എന്ന് പറയാറുണ്ട്. ഏത് പേര് വേണമെങ്കിലും ഇട്ട് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്ക് അത് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കിഷോറിനെ നമുക്കറിയാം, കിഷോറിൻ്റെ ഫാദർ ഒരു നല്ല കൃഷിക്കാരനാണ്. അത്രയും ആധികാരികമായിട്ടൊന്നും കൃഷിയെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ലെങ്കിലും വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് പറഞ്ഞു തരാമേ. യേശു കർത്താവ് ജീവിച്ചിരുന്ന ആ കാലത്തിലെ സമൂഹം എന്ന് പറയുന്നത് അതൊരു അഗ്രേറിയൻ സൊസൈറ്റി ആയിരുന്നു. ഒരു 90% ആൾക്കാരും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഓക്കെ, അത്രയും കാലം മുമ്പുള്ള ആ നാട്ടിലെ കൃഷിയുടെ രീതി എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കഥയാണിത്. നിങ്ങൾക്കറിയാം, വിതച്ചപ്പം അത് നല്ല നിലത്ത് വീണു എന്ന് പറയുന്നുണ്ട്, പാറയിൽ വീണു എന്ന് പറയുന്നുണ്ട്, മുള്ളിനിടയിൽ വീണു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം അവരുടെ ആ ഫീൽഡിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അന്ന് ഓരോരുത്തർക്കും ഇങ്ങനെ ഇന്നത്തെ പോലെ മതിൽ കെട്ടിയൊന്നും അല്ല സ്ഥലങ്ങൾ. അപ്പോൾ പാടം എന്ന് പറയുന്നുണ്ടല്ലോ, കൃഷി ചെയ്യുന്ന ആ ഭാഗം ഉണ്ടാവും, ഉഴുതുമറിക്കുന്ന ആ സ്ഥലം, അതിനെയാണ് ആ നല്ല നിലം എന്ന് പറയുന്നത്. പിന്നെ ആ വയലിൻ്റെയൊക്കെ അറ്റത്തായിട്ട് നടക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അതാണ് പാത എന്ന് പറയുന്നത്. പിന്നെ ഒരാളുടെ ഫീൽഡ് കഴിഞ്ഞ് അടുത്തയാളുടെ വയലിലോട്ട് വരുമ്പം ബൗണ്ടറി മാർക്കേഴ്സ് പോലെ, അതായത് മതിൽ കെട്ടുന്നത് പോലെ അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല്, പാറക്കഷ്ണമൊക്കെ വെച്ചിട്ട് അതിരുകൾ ഉണ്ടാക്കും. അതിന് ബൗണ്ടറി മാർക്കേഴ്സാണ്, പാറ വെച്ചിട്ടുള്ള സ്ഥലം. അപ്പം ആ സ്ഥലമാണ് മറ്റൊരാളുടെ വയലിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പാറയും കല്ലും ഒക്കെ വെച്ച് ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും. ഒരാളുടെ സ്ഥലം ഇപ്പുറത്തുണ്ടാകും, മറ്റേയാളുടെ വയൽ ഇപ്പുറത്തും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ പാതയുണ്ട്. അപ്പോൾ ഈ കല്ലും പാറയൊക്കെ ആയിട്ടുള്ള വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ കാണും. അപ്പം അവിടെ കുറച്ച് മണ്ണ് ഇങ്ങനെ കാണും. അവിടെയാണ് ആ പാറസ്ഥലത്ത് മുളച്ചു വരുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഈ കർത്താവ് പറഞ്ഞ ഈ ഉപമ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നമുക്ക് നോക്കാമേ. യേശു കർത്താവ് ഈ ഉപമ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വചനം കേൾക്കുമ്പോൾ, യേശു നോക്കുമ്പോഴത്തേക്ക് ശിഷ്യന്മാർ നോക്കുമ്പോൾ ഒത്തിരി പേര് അവിടെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ യേശു ഒരു വലിയ സത്യം പറഞ്ഞു കൊടുക്കുകയാണ്.
കുറേ പേര് വചനം കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാവരും വചനം റിസീവ് ചെയ്യുന്നത് ഒരുപോലെയല്ല. അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റെസ്പോൺസ്, നമ്മുടെ ഹൃദയത്തിന് വചനം കേൾക്കുമ്പോൾ ഹൃദയം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ആ 4 തരം സോയിൽസിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഒന്ന് നോക്കാമേ. ഒന്നാമത് യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഒരാൾ വിതയ്ക്കാനായിട്ട് പുറപ്പെടുകയാണ്. കിഷോർ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്തൊക്കെ വിതയ്ക്കുന്നവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിങ്ക്ലേഴ്സ് പോലെ കയ്യിൽ വിത്തെടുത്തിട്ട് അവരിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കറക്കിയിട്ട് ഒരു ഒറ്റയേറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയും കിഷോർ പറഞ്ഞായിരുന്നു ശ്രദ്ധിക്കാതെ വിതച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്ത് പോയി വീഴുമെന്ന്. ഓക്കെ, നമ്മൾ ഉപമകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിനെ ലിറ്ററലി ഓരോന്നിനും ഓരോ അർത്ഥങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിൻ്റെ മെസ്സേജ് എന്താണെന്നാ നോക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ആ വിതച്ച ആൾ ശ്രദ്ധിക്കാതെ ചെയ്തത് കൊണ്ടാണ്. അല്ല, യേശു കർത്താവ് ആ സമൂഹത്തിൽ വിതച്ച ഒരാളുടെ കഥ പറയുകയാണ്. എന്നിട്ട് ആ വിതച്ച വിത്തിനെ വചനത്തോട് ഉപമിക്കുകയാണ്. ഓക്കെ, അപ്പം ഇയാൾ വിതയ്ക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കൈ ഇങ്ങനെ പ്രത്യേക രീതിയിൽ കറക്കിയിട്ട് ഒരൊറ്റ എയറാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവർ വിതച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, ആ വിതച്ചപ്പം ഒന്നാമത് കുറച്ച് വിത്തുകൾ എവിടെയാണ് വീണെന്നാണ് പറയുന്നത്? വഴിയരികെ. ഓക്കെ, വഴിയരികെ. ഈ വഴിയരികിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വയലുകളുടെ ഇടയിൽ നടക്കാൻ കൊടുക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം നടക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. മറ്റേ വയലിൽ നല്ല നിലം പോലെ ഉഴുതുമറിക്കത്തില്ല. അതപ്പം എപ്പോഴും ഹാർഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, കട്ടിയായിട്ട് കിടക്കുന്ന, ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത് കട്ടിയായിരിക്കും. ഇനിയും അവിടെ വിതച്ചപ്പോൾ ഇയാൾ വിത്ത് വിതച്ചപ്പോഴത്തേക്ക് കുറച്ച് ആ വഴിയിൽ വീണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ വഴിയിൽ വീണ വിത്ത് എന്താ പറ്റുക? ആ നിലം കട്ടിയായതുകൊണ്ട് അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും. അപ്പം യേശു കർത്താവിൻ്റെ ആ കഥയിൽ പറയുകയാണ്, അതവിടെ കിടന്നപ്പം കുറച്ച് പറവകൾ വന്നത് കൊത്തിക്കൊണ്ട് പോയെന്ന്. രണ്ടാമത് അതെവിടെയാണ് വീണത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൗണ്ടറി മാർക്കേഴ്സ്, ഈ 2 വയലുകൾ തമ്മിൽ വേർതിരിക്കുന്ന പാറ സ്ഥലങ്ങളിൽ, പാറയും കല്ലും ഒക്കെ വെച്ചിരിക്കുന്ന അതിൻ്റെ ഇടയിലാണ് വന്ന് വീണത് കുറച്ച് വിത്തുകൾ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണുള്ളത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പാറയും കല്ലും ഒക്കെ കിടക്കുമ്പോൾ അവിടെ മണ്ണുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണത് അങ്ങ് പെട്ടെന്ന് മുളച്ചു വന്നു. പക്ഷേ അതിന് വേരില്ലായിരുന്നു, വേരിറങ്ങാൻ പറ്റത്തില്ല. കാര്യം കല്ലും മണ്ണും അല്ലേ അടി കിടക്കുന്നത്. അപ്പോൾ അത് ചൂട് തട്ടിയപ്പം, സൂര്യൻ ഉദിച്ച് ചൂട് തട്ടിയപ്പം അത് വാടിപ്പോയി. ഓക്കെ, മൂന്നാമത് കുറച്ച് വിത്തുകൾ വീണത് മുള്ളിൻ്റെ ഇടയിലായിരുന്നെന്ന്. അതായത് ഈ കല്ലും പാറയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളില്ലേ, അത് നല്ല നിലം പോലെയല്ല ഇട്ടേക്കുന്നത്. അതിൻ്റെ ഇടയിൽ മുള്ളുകളൊക്കെ വളരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഇടയിൽ വീണത് മുള്ളിൻ്റെ ഇടയിൽ കൂടെ വളർന്നു വന്നപ്പോഴത്തേക്ക് മുള്ളുകൾ വന്ന് ഇതിനെ ഞെരുക്കിക്കളഞ്ഞല്ലേ. നാലാമതാണ് യേശു കർത്താവ് പറഞ്ഞത്, ചില വിത്തുകൾ നല്ല നിലത്താണ് വീണത്. ആ കർഷകൻ ഒരുക്കിയിട്ടിരുന്ന ആ സ്ഥലത്ത് തന്നെ വീണതുകൊണ്ട് അത് വളർന്നു 30, 60, 100 മേനിയായിട്ട് ഫലം കൊടുത്തു. കർത്താവിൻ്റെ ആ കാലത്ത് 10 മേനി കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു റിസൾട്ടായിരുന്നു. പക്ഷേ യേശു കർത്താവ് പറയുകയാണ്, ഈ വചനം വിതച്ച് നല്ല നിലത്ത് വീണപ്പം ആ സൊസൈറ്റിയിൽ ജീവിച്ച ആൾക്കാർക്ക് മനസ്സിലായി വലിയ റിസൾട്ടാണ് ആ കിട്ടുന്നതെന്ന്. 30, 60, 100 മേനി. ഇനി നമുക്ക് യേശു കർത്താവിൻ്റെ വാചകങ്ങളിൽ തന്നെ ഈ ഉപമയെ എക്സ്പ്ലെയിൻ ചെയ്ത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ, ഈ കഥ യേശു കർത്താവ് ക്രൗഡ് മുഴുവൻ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് എന്തുകൊണ്ടാണ് ഈ ഉപമകളിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം കർത്താവ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് മത്തായി 13:18-19 വാക്യങ്ങളിലാണ്. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. മർക്കോസ് 4:15 ഇങ്ങനെയാണ് പറയുന്നത്, വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. അതായത്
ആ, വചനം നമുക്കറിയാം, ദൈവവചനം ശക്തിയുള്ളതാ. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടാക്കാതെ പോകുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ആ പറയുന്നത്. ആ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാതയിൽ വീണതെന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലേ, വഴി നടക്കാനുള്ളതായിരുന്നു. ആ സ്ഥലത്തായി വിത്തുകൾ വന്ന് വീണത്. ഈ പാതയ്ക്ക് എന്താ ആക്ച്വലി പറ്റുന്നത്? ആളുകൾ നടന്ന് നടന്ന് അത് നല്ല കട്ടിയായിപ്പോയ സ്ഥലമാണ്. അപ്പം ഈ വിത്ത് മോളിൽ വന്ന് കടന്നാലും അത് അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് അത് പറവകൾ കൊത്തിക്കൊണ്ട് പോകുന്നത്. ചിലരുടെ ഹൃദയം കർത്താവ് പറയാണ് ഇതുപോലെയാ, കട്ടിയായിപ്പോയ ഹൃദയമാണ്, ഹാർഡ് ഹാർട്ട്സ് എന്ന് പറയാം അല്ലേ. അതായത് കുറേ നാളൊക്കെ വചനം കേട്ടിട്ടുണ്ടാവും, കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, അതിനുശേഷവും ദൈവവചനം നമ്മളെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. പക്ഷേ വചനം കേൾക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അത് എനിക്കുള്ളതല്ല എന്നുള്ള രീതിയിൽ ആക്കി കളയുന്നതിനെ ഈ പാതയിൽ വീണ വിത്തിനോട് ഉപമിക്കാം. വചനം കേൾക്കുന്നുണ്ടാകും, പക്ഷെ അത് അപ്പം തന്നെ വേണ്ടാന്ന് വെക്കുക. ഒരു ഉദാഹരണം വേദപുസ്തകത്തിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം, മിസ്രൈമിലെ ചക്രവർത്തിയായിരുന്നു ഫറവോ. ഫറവോൻ്റെ അടുക്കൽ മോശയെ ദൈവം അയക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനവുമായിട്ട് അയക്കുന്ന മോശയോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ ചെന്നിട്ട് ഇസ്രായേൽ ജനത്തെ, അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ, എൻ്റെ ജനത്തെ ആരാധിക്കാനായിട്ട് വിട്ടയക്കണമെന്ന് പറയണമെന്ന് പറയും. അപ്പം ഫറവോൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും അന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന ഏറ്റവും ശക്തനായ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് 7:22-23 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. മോശ ഈ കാര്യം വന്ന് പറയുകയാണ്. ഓക്കെ, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്, ദൈവമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഫറവോൻ തിരിഞ്ഞ് തൻ്റെ അരമനയിലേക്ക് പോയി, ഇതും അവൻ ഗണ്യമാക്കിയില്ല. ചില സമയത്ത് ദൈവവചനം വരുമ്പോഴുണ്ടല്ലോ, ഇതുപോലെ ഹൃദയം കഠിനമാക്കി കളയുവാൻ സാധിക്കും. ആരും അങ്ങനെ ആക്കി കളയരുതെന്നാണ് യേശു കർത്താവ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് എന്ത് ദൈവവചനമാണെങ്കിലും അതിനെ തള്ളിക്കളയുന്ന ഒരു പ്രവണത. ഫറവോൻ അതിന് നല്ലൊരു ഉദാഹരണം. പിന്നെ നമുക്കറിയാം, ഫറവോനെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കഠിനമായി പോയ ഹൃദയം ഉണ്ടല്ലോ. എങ്ങനെയാണ് ഹൃദയം കഠിനമാകുന്നത്? കുറേ നാളുകൊണ്ടാണ് ഇതെങ്ങനെ കഠിനമായി പോകുന്നത്. ഫറവോനെ അത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ചില ബാധകൾ അയക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് വേദപുസ്തകവുമായിട്ട് പരിചയമുള്ളവർക്ക് ഇതിൻ്റെ സ്റ്റോറീസ് എല്ലാം അറിയാവുന്ന, പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഓർപ്പിച്ചു തരാം. മോശയോട് ദൈവം പറഞ്ഞു നൈൽ നദിയെ പോയി അടിക്കാൻ. ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിൻ്റെ തന്നെ റൈസ് ഗ്രാനറിയ, ഏറ്റവും കൂടുതൽ അരി ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു, കൃഷി ചെയ്യുന്ന സ്ഥലം അല്ലേ. ആ അരി കൃഷിക്ക് വേണ്ടിയിട്ട് ഈജിപ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നൈൽ നദിയാണ്. ആ നൈൽ നദിയിലെ വെള്ളമാണ്. ആ വെള്ളത്തെ പോയി അടിക്കാനാണ് മോശയോട് പറയുന്നത്. ഫറവോനോട് ഇത് പറഞ്ഞതിന് ശേഷം മോശ നൈൽ നദിയെ അടിച്ചപ്പോഴത്തേക്ക് നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറിയെന്ന് പറയുന്നു. പക്ഷേ ഫറവോനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, അവൻ അതിനെ ഓക്കെ, ഒരു മിനിറ്റ്. എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ തന്നെ ഫറവോൻ പിന്നെയും ഹൃദയം കഠിനമാക്കി എന്നാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ഈ നൈൽ നദിയിലെ വെള്ളം രക്തമായിട്ടും ഫറവോൻ അതിനെ ഒട്ടും ഗൗനിക്കാതെ പോയി കളയുകയാണ്. അപ്പോഴാണ് ദൈവം രണ്ടാമത്തെ ഒരു ബാധ അയക്കുന്നത്. എന്താ രണ്ടാമത്തെ ബാധ അയച്ചത്? തവളകൾ കൊണ്ട് നിറയുകയാണ്. ദേശം മുഴുവൻ തവളകളായി കഴിഞ്ഞപ്പോഴത്തേക്ക് തവളകൾ, അതായത് ഫറവോൻ്റെ കൊട്ടാരം വരെ എല്ലാ വീടുകളിലും വഴി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള തവളകളെ കൊണ്ടുള്ള ബാധ. അപ്പം അവിടെയും പറയുന്നത് എങ്ങനെയാണ്? അവർ അതിനെ കൂമ്പാരമായി കൂട്ടി, അതായത് ഈ തവളകൾ ചത്തൊടുങ്ങാൻ തുടങ്ങി, ദേശം നാറുകയും ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫറവോൻ വിളിച്ചിട്ട് പറഞ്ഞു, തവളകളെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഏയ് മോശെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക, ഇതൊന്ന് മാറിപ്പോകാമെന്ന്. പക്ഷേ മോശ വന്ന് പ്രാർത്ഥിച്ചു, ആ തവളയുടെ പ്രശ്നം മാറിപ്പോയി. തവളകളെ കൊണ്ടുള്ള ശല്യം തീർന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടപ്പോൾ യഹോവ അരുളി ചെയ്തതുപോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി.
ഈ ഫറവോന്റെ സ്വഭാവം ഇതായിരുന്നു. പ്രാർത്ഥിച്ച് പ്രശ്നം മാറിക്കഴിഞ്ഞപ്പോൾ ഉടനെ പിന്നെയും ദൈവവചനം കേട്ട് ഇത് കാണിക്കത്തില്ല. ഫറവോൻ പറഞ്ഞു, എനിക്ക് ആൾക്കാരെ വിട്ടുതരാൻ പറ്റത്തില്ല. പിന്നെയും നമുക്കറിയാം, പേനിനെ കൊണ്ടുള്ളത്, നായിച്ചെ കൊണ്ടുള്ളത്, എന്താ ഇടി, കൽമഴ, മഹാമാരി, അല്ലേ, വെട്ടുക്കിളി. അവസാനം നമുക്കറിയാം 10 ബാധകളും വന്നിട്ട് 10ാമത്തെ ബാധയിലാണ് ഫറവോൻ സമ്മതിക്കുന്നത് ഇവരെ കൊണ്ട് പോകാൻ. അതിന് ആദ്യജാതന്മാർ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുക, ഇവരെ വിട്ട ശേഷവും വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി. ഈ യേശു കർത്താവിൻ്റെ ഉപമ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്നാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്. വചനം നമുക്ക് പല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പല രീതിയിലാണ് വിതച്ച് വചനം വരുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളൊരു വചനം കേട്ടതായിരിക്കാം. നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന വചനം കേട്ടതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചേർച്ചിൽ വന്നിരിക്കുമ്പോൾ കേട്ടതായിരിക്കാം. അല്ല, നിങ്ങളുടെ ഒരു കൂട്ടു സഹോദരനോ കൂട്ടു സഹോദരിയോ നിങ്ങളോട് പറഞ്ഞതായിരിക്കാം. നിങ്ങളുടെ പേരൻസ് പറഞ്ഞു തന്നായിരിക്കാം. പക്ഷെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ഹൃദയം ദൈവവചനം വരുമ്പോൾ റിസീവ് ചെയ്യാൻ തക്കവണ്ണം ഞാനത് തുറന്നിട്ടുണ്ടോ, അതോ എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഞാൻ അതിനെ കഠിനമാക്കി കളയാറുണ്ടോ? ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഹൃദയം കഠിനമാക്കിയവർ. യേശു കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന പരീശന്മാരെ കുറിച്ച് നമുക്കറിയാം. പരീശന്മാരെ കുറിച്ച് യേശു കർത്താവ് തന്നെ പറയുന്ന കാര്യം ഇതാണ്. മർക്കോസിന്റെ സുവിശേഷം 3:5 ഇങ്ങനെയാ പറയുന്നത്: അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. യേശു കർത്താവ് പരീശന്മാരുടെ ഹൃദയ കാഠിന്യം കണ്ടിട്ട് കോപത്തോടെ അവരെ നോക്കിയെന്ന. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വചനം, ചിലർ പറയും വചനം നമ്മൾ ആവശ്യത്തിന് കേൾക്കണം, കേൾക്കാത്തതിൻ്റെ കുറവാണെന്ന്. പക്ഷേ ഈ പരീശന്മാരെ സംബന്ധിച്ചുണ്ടല്ലോ, പരീശൻ എന്ന് പറയുന്ന വേർഡിൻ്റെ തന്നെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർപെട്ടവർ എന്നാണ്. സെപ്പറേറ്റഡ് വൺസ് എന്നാണ് പരീശൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവരെന്തിനാ സെപ്പറേറ്റഡ് ആയെന്നറിയാവോ? ബാബേൽ വാസമൊക്കെ കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ദൈവവചനം അനുസരിക്കാഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബാബേൽ പ്രവാസത്തിലോട്ടൊക്കെ പോകേണ്ടി വന്നത്, ഞങ്ങൾക്ക് ഈ ദൈവശിക്ഷ വന്നത്. അതുകൊണ്ട് ഇവരൊരു തീരുമാനമെടുത്ത് ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്. ദൈവവചനം ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് അനുസരിക്കും, ഒട്ടും വിടാതെ. അതിന് ഇവർ ഏറ്റവും നന്നായിട്ട് ദൈവവചനം പഠിക്കാനായിട്ട് തീരുമാനം എടുത്തൊരു ഗ്രൂപ്പാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത്. തോറയിലെ, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതിലുള്ള എല്ലാ കൽപ്പനകളും ഇവർക്ക് മനഃപ്പാഠമായിരിക്കും. അത് മാത്രമല്ല, ഇവരുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു: നിയമങ്ങൾ തെറ്റിക്കാതിരിക്കാൻ നിയമത്തിന് ചുറ്റും വേലി കെട്ടുക. ഓക്കെ, അതായത് അവരിങ്ങനെയാ പറഞ്ഞത്, ഒരു നിയമം തെറ്റിക്കാൻ, ദൈവം പറഞ്ഞൊരു കൽപ്പന തെറ്റിക്കാൻ എവിടെയെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിന് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ദൈവം കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു ശബത്ത് ആചരിക്കുക എന്നുള്ളത്, അല്ലേ? 7ാം ദിവസം ശബത്ത് ആചരിക്കണം എന്നുള്ളത്. ഇവർക്ക് വളരെ നിർബന്ധമാണ്, ശബത്ത് തെറ്റിക്കാൻ പാടില്ല, ഈ പരീശന്മാർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സോ ശബത്തിൽ ഒരു ജോലിയും ചെയ്യരുതെന്നുള്ള നിയമം ഇവർ തെറ്റിക്കത്തില്ല. അപ്പോൾ അവർ ഉണ്ടാക്കിയ, എന്നാൽ വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു അഡീഷണൽ നിയമമാണ്, അതായത് ഒരു മനുഷ്യൻ തയ്യൽക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പം തയ്യൽക്കാരനായിരുന്ന ആള് വെള്ളിയാഴ്ച ദിവസം, അവർ ശനിയാഴ്ചയാണല്ലോ ശബത്ത് ആചരിക്കുന്നത്, വെള്ളിയാഴ്ച ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സൂചി അവരുടെ ഡ്രസ്സിൽ ഒരു പോക്കറ്റ് പോലെയുണ്ട്, യഹൂദന്മാരുടെ ഡ്രസ്സിൽ, അതിൽ സൂചി ഇടത്തില്ല വെള്ളിയാഴ്ച ദിവസം. കാരണം എന്താണെന്നറിയാമോ? എങ്ങാനും വീട്ടിൽ വരുമ്പം വെള്ളിയാഴ്ച ദിവസം ആ ഡ്രസ്സിൽ നിന്ന് സൂചി എടുത്ത് ഞാൻ വെക്കാൻ മറന്നുപോയാൽ ശനിയാഴ്ച അറിയാതെ ആ സൂചിയുടെ ഭാരം ഞാൻ ചുമക്കില്ലേ? അപ്പം അതൊരു ജോലിയാവില്ലേ? അത് നേരത്തെ മുമ്പ് കൂട്ടിക്കണ്ട് അത്ര എന്താ പറയുന്നത്, എഴകീറി ദൈവവചനത്തെ അനുസരിക്കാൻ ശ്രമിച്ച കൂട്ടരാണ് ഈ പരീശന്മാരെന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കാണുന്നു, സാക്ഷാൽ വചനമായ യേശുക്രിസ്തു വന്ന് അവരോട് ദൈവവചനം സംസാരിച്ചപ്പം അവർക്കത് മനസ്സിലാകുന്നില്ല.
സാധാരണ ആളുകൾക്ക് യേശുവിൻ്റെ പ്രസംഗം മനസ്സിലാകുന്നു, യേശു മശിഹയാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ പരീശന്മാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ കേൾക്കാഞ്ഞതാണോ കുഴപ്പം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ എവിടെ നോക്കിയാലും ഈ പരീശന്മാരും ശാസ്ത്രിമാരും വരുമായിരുന്നു. പക്ഷെ അവർ വന്നതിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. അവർ വചനം കേൾക്കുന്നുണ്ട്. അവരെന്തിനാ വരുന്നതെന്നറിയാമോ? പ്രസംഗം കേൾക്കുമ്പം പ്രസംഗിച്ചത് വാക്കുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് കണ്ടുപിടിക്കാൻ. യേശു പ്രസംഗിക്കുന്നതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന അവർ കാണുന്നുണ്ട്. പക്ഷെ യേശു ശബത്തിലാണ് ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോഴത്തേക്ക് അതിന് പ്രശ്നമുണ്ടൊക്കെ ശബത്തിൽ ജോലി ചെയ്തു. അതായത് ഒരു ജഡ്ജ്മെൻ്റൽ ഐസോടുകൂടി വന്നിരുന്ന് ദൈവവചനം കേൾക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് യേശു ഇവരുടെ ഹൃദയ കാഠിന്യം കണ്ടിട്ട് വിഷമിച്ച് അവരെ കോപത്തോടെ നോക്കി എന്നാണ് പറയുന്നത്. അതായത് വചനം കേട്ട് കേട്ട് തഴമ്പിച്ചു പോയി, കട്ടിപിടിച്ചു പോയി. അപ്പോൾ പറ്റുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനം പിന്നെ കേൾക്കുമ്പം ഒരു പ്രോസസ്സും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാം തികഞ്ഞതാണെന്നുള്ളൊരു ഭാവം വന്നു കഴിഞ്ഞാൽ ഈ പാതയിൽ വീണ വിത്ത് പോലെ ആയിപ്പോവും. അതവിടെ വെറുതെ കിടക്കും. പക്ഷേ നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 4:12 ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്. ദൈവവചനം ജീവനുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഡെഡ്, ഇറ്റ്സ് നോട്ട് ഡ്രൈ, ഇറ്റ്സ് നോട്ട് ഇറലവൻറ്റ്. അത് ജീവനില്ലാത്തതല്ല, അത് ഉണങ്ങിയതല്ല, ഇന്നത്തെ കാലത്തിന് പ്രസക്തി ഇല്ലാത്തതുമല്ല. ദൈവവചനം ജീവനുള്ളതാ. അത് ഇന്നും അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇന്നും ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. ഇന്നും വേദനിക്കുന്നവരെ അത് ആശ്വസിപ്പിക്കുന്നുണ്ട്. മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടക്കുന്നവർക്ക് അത് ആശ്വാസമായിട്ട് അത് സംസാരിക്കാറുണ്ട്. ഇറ്റ്സ് ലിവിങ്. അത് ചൈതന്യമുള്ളതാണ്. ചൈതന്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻകറേജിങ്, ശക്തിപ്പെടുത്തുന്നതാണ്. അത് അതിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ട്. ദൈവവചനം ഒരാൾ കേട്ട് കഴിഞ്ഞാൽ, ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം അയാളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത് അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇരുവായ് തലയുള്ള വാള്, ഇരുവായ് തലയുള്ള ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കത്തി ഉണ്ടെങ്കിൽ കത്തിയുടെ ഒരു എഡ്ജ് മൂർച്ചയുള്ളത് അല്ലേ? ഒരു വശത്തിനല്ലേ മൂർച്ചയുള്ളൂ, മറ്റേതിന് മൂർച്ചയില്ല. പക്ഷെ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് അത് ഇരുവായ് തലയുള്ള വാളെന്ന് പറയും. അതായത് റോമാക്കാര് യേശുവിൻ്റെ കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാളിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു കത്തിയുടെ ഒരു വശത്തല്ലേ മൂർച്ച, ഇരുവായ് തലയുള്ള വാളിന് രണ്ട് വശത്തും മൂർച്ചയാണ്. അത് റോമൻ സോൾജേഴ്സ്, അത് പ്രത്യേകം പ്രാക്ടീസ് ഉള്ളവർ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വെട്ടുകൊള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാളാ. ഏറ്റവും മൂർച്ചയുള്ള, ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വാളാ. അപ്പം പറയാണ് ആ വാളിനേക്കാളും മൂർച്ചയുള്ളതാ. അതായത് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേതും. അടുത്ത് പറയുന്നത് എന്താ? പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും. അതൊരു പൊയറ്റിക്കൽ ലാംഗ്വേജ് ആണ് അല്ലേ? പ്രാണനെയും ആത്മാവിനെ സന്ധിമജ്ജകളെയും, നമ്മുടെ സോൾ, സ്പിരിറ്റ്, അതായത് അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ക്രിയ ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിലെല്ലാം ക്രിയ ചെയ്യുന്നത്. അതായത് അതിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഒരു സർജൻ, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് സർജൻ കത്തി ഉപയോഗിക്കും അല്ലേ? ഏറ്റവും നല്ലത് ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ആയുധം ഡിസ്ട്രോയ് ചെയ്യാനല്ല അല്ലേ, നശിപ്പിക്കാനാണോ? പക്ഷേ അത് കീറി മുറിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാ. നല്ല സർജന്മാരെല്ലാം അങ്ങനെയാ ചെയ്യുന്നത് അല്ലേ? അതുപോലെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ദിസ് ഇസ് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. ഏറ്റവും മൂർച്ചയേറിയ, നമ്മുടെ പുറമേ മാത്രമല്ല, ആർക്കും കാണാത്ത, ഈവൻ നമുക്ക് പോലും കാണാത്ത മേഖലകളിൽ പ്രവർത്തിക്കാനും ഇറങ്ങിച്ചെല്ലാനും കഴിവുള്ളതാണ് ഈ ദൈവവചനം. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ ചുറ്റും ആളുകൾ കൂടിയിട്ട് പറഞ്ഞത്, ഇവൻ സംസാരിക്കുന്നത് റബ്ബിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടല്ല. അവർക്ക് മനസ്സിലായി, കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയല്ല, പക്ഷേ ആ വചനം തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നെന്ന് മനസ്സിലായി അല്ലേ? പക്ഷേ അനേകർക്ക് ഈ വചനം അനുഗ്രഹമായപ്പോൾ ആരൊക്കെ തങ്ങളുടെ ഹൃദയം
കട്ടിപിടിപ്പിച്ചോ, ഹാർഡൻ ചെയ്തോ, പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ കട്ടിയാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ഫറവോനെ പോലെ കട്ടിയാക്കി കളഞ്ഞു. പാതയിൽ വീണ വിത്ത് പോലെ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ചിലത് അതൊരു വേദനിപ്പിക്കുന്ന കാര്യമല്ലേ, ഇത്രയും ശക്തിയുള്ള ഈ ദൈവവചനം പാഴായി പോകുന്ന അവസ്ഥ അല്ലേ. പക്ഷെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് ലേഖനത്തിൽ യാക്കോബ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലേ, മാംസളമായൊരു ഹൃദയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടല്ലേ. നമ്മളുടെ ഹൃദയം കഠിനമായിട്ടുണ്ട്, കേട്ട് കേട്ട് താഴമ്പിച്ചോ, ഇതല്ലേ പ്രസംഗിക്കുന്നത്, ഇതെത്ര നാൾ കേട്ടാ. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനം നമ്മളെ ഒരു കാര്യം ഓർപ്പിച്ചെന്ന് വെച്ചോ, ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്കത് ഭയങ്കര ഇത് അനുസരിക്കണം എന്ന് തോന്നും. പക്ഷെ നമ്മൾ എപ്പം നമ്മുടെ സ്വന്തം തീരുമാനപ്രകാരം ഇത് ഞാൻ അനുസരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചെന്ന് വെച്ചോ, അടുത്ത പ്രാവശ്യം സെയിം മെസ്സേജ് കേട്ടാൽ ആദ്യം കേട്ടത്ര ഇൻറ്റൻസിറ്റി തോന്നത്തില്ല, പതിയെ പതിയെ തഴമ്പ് വന്നതുപോലെ അത് കേട്ടാൽ ഒരു വികാരവും തോന്നാത്ത രീതിയിലാകാം. അതാകാതിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ അവൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ഹല്ലേലൂയ. സോ ഈ ഡബിൾ എഡ്ജ് സ്വോർഡ് ആയിട്ടുള്ള ദൈവവചനം സ്വീകരിക്കാനിടയാകട്ടെ. നമ്മൾ പലപ്പോഴും ഈ ദൈവവചനം വീട്ടിലൊക്കെ വായിക്കുമ്പോഴാണെങ്കിലുള്ളൂ ഈ വചനം എന്താ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു നല്ല ദൈവദാസൻ്റെ വേർഡിങ്സ് ഞാൻ കടമെടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് റീഡ് യു. ദൈവവചനത്തെ നിങ്ങളെ ഒന്ന് വായിക്കാൻ അനുവദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്കെല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും. പക്ഷെ എപ്പം ഒരു തുറന്ന ഹൃദയത്തോടെ ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ടല്ലോ കർത്താവേ എന്ന് മനസ്സിലാക്കി ഒന്ന് എന്താ പറയുന്നത്, ഒരു റെസ്റ്റോറേഷൻ പ്രോസസ്സ് നമ്മളുടെ ജീവിതങ്ങളിൽ നടക്കുവാൻ ഇടയാകട്ടെ. ഒരു ദൈവവചനം വായിക്കുമ്പോൾ അത് കേൾക്കുവാൻ, അപ്ലൈ ചെയ്യുവാനുള്ള ഹൃദയത്തോടു കൂടി ദൈവവചനം കേൾക്കുക. പാതയിൽ വീണ് പാഴായിപ്പോയ വിത്ത് പോലെ നമ്മളുടെ ഹൃദയങ്ങൾ ആകാതിരിക്കട്ടെ. രണ്ടാമത് കർത്താവ് പറഞ്ഞു, ചില വിത്തുകൾ, ആദ്യത്തേത് പാതയിൽ വീണു, അത് പറവ കൊത്തിക്കൊണ്ടുപോയി, അത് പാഴായിപ്പോയി അല്ലേ. രണ്ടാമത്തെ ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വയലുകളെയൊക്കെ തമ്മിൽ വേർതിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കല്ലും മണ്ണ് പാറ കഷ്ണങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളതുണ്ട്. അതിൻ്റെ ഇടയിൽ വീണു. അന്ന് മത്തായി 13:20 ഇങ്ങനെയാണ് പറയുന്നത്, പാറ സ്ഥലത്തു വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലായ്കയാൽ അവൻ ക്ഷണികനത്രേ. പറയാണ്, ചിലത് പാറപ്പുറത്ത് വീണതുപോലെ. അപ്പം പാറപ്പുറത്ത് വീഴുമ്പം അവിടെ കുറച്ച് മണ്ണുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ വിത്ത് മുളച്ചു വരും. നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന്, അപ്പം ഇവിടെ കർത്താവ് തന്നെ പറയാണ്, ചിലർ വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പെട്ടെന്ന് അവരതങ്ങ് സ്വീകരിക്കും. എനിക്കുള്ള ദൈവവചനമായത്, എനിക്ക് സന്തോഷമായി, എനിക്കൊരാശ്വാസമായി, അങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കും. അത് തെറ്റല്ല കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിന് അധികം വേരില്ല. അപ്പം യേശു കർത്താവ് പറയുകയാണ്, വേരില്ലായ്കയാൽ അവൻ ക്ഷണികനത്രേ. എന്തെങ്കിലും ഒരു സൂര്യൻ്റെ ചൂടടിച്ചു കഴിയുമ്പം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു പരീക്ഷ നേരിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോവും. അയ്യോ, എനിക്ക് വിശ്വാസം വേണ്ട, യേശുവിനെയും വേണ്ട എന്ന് പറയും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് അതാ പറഞ്ഞത്. ചിലർ പെട്ടെന്ന് സ്വീകരിക്കും, പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇട്ടേച്ചു പോകും, ക്ഷണികരാകുക. അതായത് എന്തുകൊണ്ടാണ്, എന്താ ഈ പ്രശ്നം? അവർക്ക് വേരുകൾ ആഴത്തിലില്ല. നമ്മൾക്ക് ദൈവവചനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? അത് ദൈവത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് എൻ്റെ കർത്താവിനെ അനുസരിക്കണം, എൻ്റെ കർത്താവ് പറയുന്നത് കേൾക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് വേണം ദൈവവചനം ശ്രവിക്കുവാൻ അല്ലേ. ആ കർത്താവിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ, കർത്താവുമായിട്ടൊരു ബന്ധം ആഴത്തിലില്ലെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് വരുന്ന പോലെ തോന്നുമെങ്കിലും ക്ഷണികരാകും. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, ശിമോൻ എന്ന് പറഞ്ഞിട്ട്. ഷിമോൻ പത്രോസ് അല്ല, ഇംഗ്ലീഷിൽ സൈമൺ ദ സോർസറർ എന്ന് പറയാം. ഷിമോൻ എന്നൊരു മന്ത്രവാദി. ഇദ്ദേഹം ആരായിരുന്നു വെച്ചാൽ ശമര്യയിൽ താമസിച്ചിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു. ഇദ്ദേഹം ശമര്യ പട്ടണത്തിൽ വലിയ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്കെല്ലാം ഇദ്ദേഹം വലിയ മഹാനാണെന്നുള്ള രീതിയിൽ ഇയാൾക്ക് ഇത്തിരി അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു.
അപ്പം അദ്ദേഹം അത്യാവശ്യം പോപ്പുലർ ആയിട്ടിരുന്ന സമയത്താണ് യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനായ ഫിലിപ്പോസ്, അത് 12 ശിഷ്യന്മാരിൽ ഒരാളല്ല, ഡീക്കനായിരുന്ന ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ വരികയാണ്. ആ പട്ടണത്തിൽ വന്ന് ഇദ്ദേഹം യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രവാദിയായ ശിമോൻ വന്നിട്ട് ഇങ്ങനെയാ പറയുന്നത്, ശിമോൻ താനും വിശ്വസിച്ചു. ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ടപ്പം യേശുവിൽ വിശ്വസിച്ചു. ഇദ്ദേഹം സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. ഇത് യേശുവിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് സൈമൺ ദ സോൾസർ, ഇതല്ല മോളെ മറ്റേ പിക്ചർ തന്നെയാണ്, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു ഇദ്ദേഹം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്ന ഒരു സംഭവമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. അപ്പം നോക്കിയപ്പം പുള്ളി അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു മന്ത്രവാദിയായിരുന്നു ശമരിയയിലെ. എല്ലാവരും ഇദ്ദേഹത്തെ വലിയ ബഹുമാനത്തോടെയൊക്കെ കണ്ടിരുന്നത്. പക്ഷേ യേശുവിൻ്റെ നാമം അവിടെ ഘോഷിക്കപ്പെട്ടു. ആ സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ യെരുശലേമിൽ നിന്ന് ചില അപ്പോസ്തലന്മാർ വന്ന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അപ്പം ഈ മന്ത്രവാദിയായി ഒരു കാലത്ത് ജീവിച്ചിരുന്ന ശിമോൻ്റെ മനസ്സിൽ പെട്ടെന്നൊരാഗ്രഹം, എനിക്ക് പഴയ എൻ്റെ ഇതൊക്കെ പോയി. പതിയെ രഹസ്യത്തിൽ വന്ന് പത്രോസിനോട് പറഞ്ഞു, ഇത് ഞാൻ കുറച്ച് പൈസ തരാം, നിങ്ങൾക്കുള്ള ഈ അധികാരമില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു, അതെനിക്കും കൂടെ തരണമെന്ന് പറയുന്നു. നമ്മൾ വായിച്ചിട്ടുള്ളവർക്കറിയാം പത്രോസ് അദ്ദേഹത്തെ ശാസിക്കുന്ന ഭാഗം. ഈ ദൈവത്തിൻ്റെ ദാനത്തെ പൈസയ്ക്ക് മേടിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ശാസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ മാനസാന്തരപ്പെടണം അല്ലേ. അതായത് എന്താ അവിടെ സംഭവിച്ചതെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഷാലോ ഫെയ്ത്ത് ആയിരുന്നു. പെട്ടെന്ന് കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു, സഭയോട് ചേർന്ന് നിന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാതെ ഇത് പൈസ കൊണ്ട് നടത്താൻ പറ്റുന്ന മന്ത്രവാദം പോലെ വേറെ എന്തോ ആണെന്നുള്ളൊരു ചിന്ത തലയിൽ കയറിപ്പോയതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഫെയ്ത്ത് ഡീപ്പ് റൂട്ടഡ് ആയിരിക്കട്ടെ. വേറൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. പക്ഷെ ഞാൻ പറയട്ടെ, ഒരാളുടെ വിശ്വാസം ചില സമയത്ത് ഷാലോ ആണെന്ന് പറഞ്ഞ് എന്നും അങ്ങനെ ആയിരിക്കണം എന്നല്ല. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? നമ്മളുടെ ഹൃദയം പാത പോലെയോ അല്ലെങ്കിൽ പാറ പോലെയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കണം എന്നാണ്. ഒരിക്കൽ ശിമോൻ പത്രോസ് തൻ്റെ യേശുവിൻ്റെ ശിഷ്യനായിട്ട് ജീവിച്ചിരുന്ന ആ കാലത്ത്, ആ 3.5 വർഷത്തെ മിനിസ്ട്രിയൊക്കെ അവസാനിക്കുന്ന സമയത്ത് യേശു ഒരിക്കൽ സംസാരിച്ചപ്പം തൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു വരുന്ന സമയത്ത് ശിമോൻ പത്രോസ് പറയുന്നുണ്ട്, ആരൊക്കെ നിന്നെ വിട്ടാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണെന്നൊരു പ്രൊക്ലമേഷൻ നടത്തിയല്ലേ. ഇത് നമുക്ക് എന്തിനോട് ഉപമിക്കാമെന്നറിയുമോ? പെട്ടെന്ന് കിളുത്തു വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഉണ്ടാവുന്ന ഒരു സാധനം പോലെ നമുക്ക് ഉപമിക്കാം. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ അല്പം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ശിമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതും നമുക്കറിയാം. പക്ഷെ എന്നും ശിമോൻ പത്രോസ് ആ ലെവലിൽ നിന്നെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വചനം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ചില എക്സൈറ്റ്മെൻറ്റിൽ ചില തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, പക്ഷേ ആലോചിച്ച് നമ്മളുടെ ഡീപ്പ് റൂട്ടഡ് ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്നാണോ നമ്മുടെ ഡിസിഷൻസ് വരുന്നതെന്നും കൂടെ നമ്മൾ അനലൈസ് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. മൂന്നാമത് വചനം കേട്ടുകൊണ്ടിരുന്നത് ചിലത് മുള്ളിനിടയിൽ വീണു എന്നാണ് പറയുന്നത്. മത്തായി 13:22 ഇങ്ങനെ പറയുന്നു. അതായത് വിതയ്ക്കാൻ പോയ ആൾ വിതച്ചപ്പം ചിലത് ഈ പാറയുടെയും കല്ലിൻ്റെയും ഒക്കെ ഇടയ്ക്കുള്ള മുള്ളുകളുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ ചെന്ന് വീണു, അത് മുളച്ചു വന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതത്രേ. മുള്ളിൻ്റെ ഇടയിൽ വീണത് വളർന്നു വന്നു, പക്ഷേ ഈ മുള്ളുകൾ ഇതിനെ ഞെരുക്കിക്കളഞ്ഞു. ആ ഫലം പ്രയോജനമില്ലാതായിപ്പോയി. അത് വളർന്നു വന്നെങ്കിലും പ്രയോജനമില്ലാതായിപ്പോയി. നല്ലൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യേശു കർത്താവിൻ്റെ കൂടെ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ യേശു തെരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു യൂദാസ് ഇസ്കറിയോത്ത് അല്ലേ. യേശു തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. യേശു തെരഞ്ഞെടുക്കുക മാത്രമല്ല, യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തിയായിരുന്നു യൂദാസ് ഇസ്കറിയോത്ത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതൊരു സാധാരണ സംഭവമാണെന്ന്? അല്ല, അതൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഏറ്റവും വലിയൊരു പ്രിവിലേജാ അല്ലേ
നമ്മുടെ വിശ്വാസ പ്രകാരം യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച് പഠിച്ച വ്യക്തി, യേശുവിൻ്റെ കൂടെ നടന്ന സകല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണുകൊണ്ട് കണ്ട വ്യക്തി അല്ലേ. അത് മാത്രമല്ല, യേശു ഈ ശിഷ്യന്മാരെ പ്രസംഗിക്കാനും ഇവാഞ്ചലൈസേഷൻ അയച്ചു അല്ലെ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ശിഷ്യന്മാർ സന്തോഷത്തോടെ വന്ന് ഭൂതങ്ങൾ പുറത്താക്കിയതും രോഗികൾ സൗഖ്യമാക്കിയതും ഒക്കെ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, യൂദാസ് ഇസ്കറിയോത്ത് ഈ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. സുവിശേഷം പറയുവാനായിട്ട്, ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാംസിന് പോകാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കുവാൻ, എല്ലാത്തിലും മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. മാത്രമല്ല, യേശുവിൻ്റെ മിനിസ്ട്രിയിൽ അതിൻ്റെ ട്രഷറി പണം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയും കൂടെയാണ് യൂദാസ് ഇസ്കറിയോത്ത്. പണം കൈകാര്യം ചെയ്യാന്ന് പറയുമ്പം ആളുകളുടെ ഇടയിൽ ഏറ്റവും സമ്മതനായിരുന്നു അദ്ദേഹം, എല്ലാവരും വിശ്വസിച്ച വ്യക്തിയാണ്. സോ മിനിസ്ട്രിയിലെ ഒരു നല്ല പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അല്ലേ യൂദാസ് ഇസ്കറിയോത്ത്. അപ്പം കേൾക്കേണ്ടതായ എല്ലാ വചനങ്ങളും, ഏറ്റവും നല്ല വചനം കേൾക്കാനായിട്ട് ഏറ്റവും നല്ല സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് കേട്ട വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ ചിന്തിക്കരുത് നമ്മൾക്ക് ചില സാഹചര്യങ്ങൾ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ കുറേ വചനം പഠിച്ചുകൊണ്ട് നമ്മൾ ഓക്കെ ആയി പോകുമെന്ന്. പക്ഷെ ഇവിടെ കർത്താവ് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണുപോകും. എന്താ അവിടെ പറയുന്നത്? വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും. യൂദാസ് ഇസ്കറിയോത്ത് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും ഇദ്ദേഹത്തിന് ധനത്തിൻ്റെ ചിന്തയായിരുന്നു. ഈ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ആ ഒരു പണസഞ്ചി എല്ലാവരും വിശ്വസിച്ചേൽപ്പിച്ചു. പക്ഷേ ആരും അറിയാതെ അതിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു യൂദാസ് ഇസ്കറിയോത്ത്. അത് മാത്രമല്ല, യേശുവിൻ്റെ ശത്രുക്കള് പക്ഷം ചേർന്ന് നിന്ന് യേശുവിനെ ഒറ്റിക്കൊടുത്ത് അല്ലേ, വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്ത്. എന്താ യൂദാസിനെ അതിലോട്ട് നയിച്ചത്? ധനത്തിൻ്റെ വഞ്ചന. ചില ആഗ്രഹങ്ങൾ, മോഹങ്ങൾ അകത്ത് കയറിക്കഴിഞ്ഞപ്പം അത്രയും നാൾ കേട്ട വചനവും അത്രയും നാൾ കൂടെ നടന്ന യേശു കർത്താവിനെയൊക്കെ മറന്നുപോയി അല്ലേ. മുള്ളിൻ്റെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞു പോയൊരു ജീവിതം അല്ലേ. അത് പറയാം, നിഷ്ഫലനായിത്തീരുന്നത് അത്രേ. നമുക്കറിയാം യൂദാസ് ഇസ്കറിയോത്തിന് എന്താ സംഭവിച്ചതെന്നല്ലേ. യേശുവിനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കാണിച്ച് അതിൻ്റെ കുറ്റഭാരവും പേറി തൂങ്ങി മരിച്ചു അല്ലേ. ആക്ച്വലി ഒരു വേദനിപ്പിക്കുന്ന ഒരു കഥയാണത്, മുള്ളിൻ്റെ ഇടയിൽ പോയി നിഷ്ഫലനാകുന്ന. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ ഒത്തിരി സ്നേഹിച്ച് യേശുവിൻ്റെ കൂടെ ജീവിക്കുമെന്ന് തീരുമാനിച്ച പലരും വീണു പോകുന്ന എത്രയോ കഥകൾ നമ്മൾ കേൾക്കുന്നു, എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അത് വേദനിപ്പിക്കുന്നതല്ലേ. അത് വളർന്നു വന്നതാ, പക്ഷെ മുള്ളിൻ്റെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞു പോവുകയാണ്. ഇതും നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ ഹൃദയം എങ്ങനെയാണ്? പാറ പോലെ കിടക്കുകയാണോ? ആഴമില്ലാത്ത രീതിയിൽ? അതോ പാത പോലെയാണോ? കട്ടിയായിപ്പോയതാണോ? എത്രയോ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് അല്ലേ. അതോ വചനമൊക്കെ കേട്ട് യേശുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക, പക്ഷെ മുള്ളിൻ്റെ ഇടയിൽ പെട്ട് ഞെരിഞ്ഞു പോകുന്നുണ്ടോ? ഇടയ്ക്ക് വളർന്നു വന്ന മുള്ളുകൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഞാൻ പറയട്ടെ, ചെറുപ്പം മുതലേ ദൈവവചനം കേട്ടു എന്നുള്ളത് ഒരു ഗ്യാരണ്ടി അല്ല കേട്ടോ. ഇത് നമ്മൾ വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ അനലൈസ് ചെയ്യണം. മുള്ളുകൾ ഞെരുക്കുന്നുണ്ടോ ദൈവവചനം എന്നല്ലേ. വേറെ പ്രയോറിറ്റീസ് കയറി വന്ന് യേശു കർത്താവ് ഒന്നുമല്ലാതായി പോകുന്നുണ്ടോ? എന്നാൽ നാലാമത് യേശു കർത്താവ് ഒരു നിലത്തെക്കുറിച്ച് പറയുകയാണ്. ചിലത് നല്ല നിലത്ത് വീണു. മത്തായി 18:23 പറയുന്നു, നല്ല നിലത്ത് വീണതോ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് മനസ്സിലാക്കി അത് റിസീവ് ചെയ്യുന്നതാകുന്നു. അത് വിളഞ്ഞു 100, 60, 30 മേനി നൽകുന്നു. ഏറ്റവും നല്ല റിസൾട്ട് തരുന്നു അല്ലേ. വചനം ജീവനും ചൈതന്യവുമുള്ള വചനം നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ റിസീവ് ചെയ്യുമ്പം, നല്ല നിലത്ത് വീഴുമ്പം. ഈ നല്ല നിലം എന്ന് പറയുമ്പം നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണേ, എല്ലാ വർഷവും കർഷകൻ ഇതിനു വേണ്ടിയിട്ട് നിലം ഒരുക്കിയെടുക്കും. നല്ല നിലം, ആ നല്ല നിലത്ത് അവിടെ ഒരുക്കുന്ന സമയത്ത് കളയുണ്ടെങ്കിൽ പറിച്ചു കളയും, മുള്ളുണ്ടെങ്കിൽ കത്തിച്ചു കളയും, കല്ലുണ്ടെങ്കിൽ പറക്കിക്കളയും, എന്നിട്ട് അത് ഉഴുതു മറിച്ച് നനച്ചിടും. പ്രിയമുള്ളവരെ, നമ്മുടെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈ ഒരു അവസ്ഥയിലാണെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. പല മുള്ളുകളും കല്ലുകളും ഒക്കെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, അത് നല്ല നിലമാകത്തില്ല, അത് റിസൾട്ട് തരത്തില്ല.
പക്ഷേ നമ്മളുടെ ഹൃദയം ഉഴുതുമറിയാൻ നമ്മൾ അനുവദിക്കണം. അതിന് ഫസ്റ്റ് വേണ്ട ഒരു കാര്യമുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. നമ്മളുടെ സ്പിരിറ്റിന്റെ പോവർട്ടി നമ്മൾ തിരിച്ചറിയണം. എനിക്ക് എന്തോരം ദൈവസന്നിധിയിൽ വളരാനുണ്ട്, എന്തോരം കുറവുകളുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആ ഒരു താഴ്മയുണ്ടെങ്കിലേ ഒരു ശിശുവിനെ പോലെ ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? കല്ല് പറക്കി കളയുക, മുള്ള് മാറ്റിക്കളയുക, കള ചുട്ട് കളയുക, എന്നിട്ട് നല്ല നിലമായിട്ട് ഉഴുതിടുക. അപ്പൊ എന്താ പറ്റുന്നത്? 30, 60, 100 മേനിയായിട്ട് കായ്ക്കും. യേശു കർത്താവ് ഈ ഉപമ പറയുമ്പം ഈ വചനം കേട്ട് 100 പേര് കേട്ട 25 പേര് അങ്ങനെ, 25 പേര് ഇങ്ങനെ, അങ്ങനെ ഉദ്ദേശിച്ചാണോ പറയുന്നത്? യേശു കർത്താവ് പറയണം അതാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? കേൾക്കുന്ന 100 പേരും നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഫലം തരണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. വചനം കേട്ടാലും ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. എന്തിനാണെന്നറിയാമോ ഈ ഓർമ്മപ്പെടുത്തുന്നത്? ഒന്നും പാഴായി പോകാതെ നമ്മുടെ ജീവിതം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആകുവാൻ. ഇനി ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, എൻ്റെ ഹൃദയം പാറ പോലെ കഠിനമായി പോയിട്ട് കുറേ നാളായി, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി മുള്ളുകൾ, ഒത്തിരി ചിന്തകളും ആൻസൈറ്റീസും ഉണ്ട്, വചനത്തിന് വേണ്ട ഫലം തരാൻ പറ്റുന്നില്ലെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ഏത് സ്റ്റേജിലാണെങ്കിലും, അത് കട്ടിയായി കിടക്കുകയാണെങ്കിലും, അത് പാറ പോലെ വേരില്ലാതിരിക്കുകയാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവത്തിനത് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് അതിനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹം ശൗലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ശൗൽ എന്ന് പറഞ്ഞാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത്, അല്ലേ? ശൗലിന്റെ ഹൃദയം എങ്ങനെയുള്ള ഒരു ഹൃദയമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു. അദ്ദേഹം ഒരു പരീശനായിരുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചു പരീശന്മാരെ കുറിച്ച്. കട്ടിയുള്ളൊരു ഹൃദയമായിരുന്നു. അതുപോലെ കട്ടിയായതുകൊണ്ടാണ് ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴത്തേക്ക് ഐഡിയോളജീസ് തലയ്ക്ക് കയറി പിടിച്ചത് കാരണം കല്ലെറിഞ്ഞ ഒരാൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പം വസ്ത്രം കാത്തുകൊണ്ട് അതിന് സമ്മതം കൊടുത്തുകൊണ്ട് നിന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ച ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു അദ്ദേഹം, അല്ലേ? അതുകൊണ്ടാണ് മറ്റൊരു വിശ്വാസത്തിലുള്ള ഒരാളെ അങ്ങനെ കൊല്ലാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ശൗലിനെ കുറിച്ച് പറയുന്ന വീട് തോറും നടന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പീഡിപ്പിച്ച് വലിച്ചിഴച്ച്, അല്ല അതും കഴിഞ്ഞിട്ട് പിന്നെ ദമസ്കോസിലോട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ടുള്ള ലൈസൻസും കൊണ്ട് പോകുന്ന വ്യക്തിയായിരുന്നു. അത്രയും ഹാർട്ടഡ് ആയിരുന്നു അദ്ദേഹം, അല്ലേ? പക്ഷെ ഒരു നിമിഷം യേശു ക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടല് ആ കട്ടിയുള്ള ഹൃദയത്തെ അലിയിപ്പിക്കാൻ ഇടയാക്കി, അല്ലേ? എന്താ പറയുന്ന ദൈവവചനത്തിന് എത്ര കട്ടിയുള്ള ഹൃദയത്തെയും ട്രാൻസ്ഫോം ചെയ്തിട്ട് ഏറ്റവും നല്ല നിലമാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ ഇതേ ശൗലിനെ കൊണ്ട് തന്നെ ഏറ്റവും അധികം സ്ഥലങ്ങളിൽ വചനം വിതയിച്ച് അനേകർക്കൊരു അനുഗ്രഹമായി, അനേകർക്കൊരു പ്രത്യാശയായി ഒക്കെ ഈ അപ്പോസ്തലൻ മാറി, അല്ലേ? അപ്പം 30, 60, 100 മെനി എന്നൊക്കെ പറയുന്ന ലിറ്ററലി നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഏതവസ്ഥയിലാണ് നിങ്ങളുടെ ഹൃദയമെങ്കിലും അത് ട്രാൻസ്ഫോം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സഹായിക്കും. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾക്ക് പറ്റാവുന്ന അപകടങ്ങളാണ്. കുറേ നാളായിട്ട് വചനം കേട്ടുകൊണ്ട് കട്ടിയുള്ളൊരു ഹൃദയവുമായിട്ട്, തഴമ്പിച്ചു പോയൊരു ഹൃദയവുമായിട്ട് ഇരിക്കാനും പറ്റും. പാറയിലുള്ളതുപോലെ ചില എക്സൈറ്റ്മെന്റ്സ് വരുന്ന സമയത്ത് മാത്രം റെസ്പോണ്ട് ചെയ്ത് പിന്നീട് വാടിപ്പോകുന്ന പോലെ ആകാനും പറ്റും. മുള്ളിൻ്റെ ഇടയിൽ വീണ പോലെ അപകടകരമായ വിധത്തിൽ നിഷ്ഫലമായി പോകുവാനും പറ്റും. പക്ഷെ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഓർപ്പിക്കുകയാണ്, ജീവനും ചൈതന്യവുമുള്ള ഈ വചനം കേൾക്കുന്ന ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന സന്ദർഭങ്ങളിലും അത് അതിൻ്റെ ഫലം നൽകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ദൈവവചനം കേൾക്കുമ്പോൾ എപ്പോഴും ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാകട്ടെ. കർത്താവെ, എന്നോട് എന്താ സംസാരിക്കുന്നത്? മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവരുടെ കുറവുകളെ കാണാൻ ഇഷ്ടം. പക്ഷെ എന്നോട് എന്താ സംസാരിക്കുന്നത്? ഞാൻ എന്താ ചേഞ്ച് ചെയ്യേണ്ടത്? ആ ഒരു ശിശുവിൻ്റെ പോലെയുള്ള താഴ്മയുള്ള ഹൃദയവും അനുസരിക്കാനുള്ള മനസ്സുമായിട്ട് ദൈവവചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.